ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിയോഫിൻ സ്മൃതിപഥത്തിൽ നിന്ന് ഫാദർ ബിനോയിലി. പ്രിയമുള്ളവരെ, ദേവദാസൻ തിയോഫിനച്ചൻ ഒത്തിരി പേർക്ക് അനുഗ്രഹവും വലിയ വലിയ സാന്നിധ്യവുമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിയോഫിനച്ചൻ്റെ സവിധത്തിൽ മുടങ്ങാതെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് എന്നോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മൂത്ത മകൾ ടിങ്കിൾ, അവൾ ചെസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ലെവലുകളിലൊക്കെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഈ ചെറുപ്രായത്തിൽ തന്നെ നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ദേവദാസൻ തിയോഫിനച്ചൻ്റെ വലിയൊരു മാധ്യസ്ഥ ശക്തിയാണെന്ന് ഈ കുടുംബം പറയുന്നുണ്ട്. നമുക്ക് ഈ കുടുംബത്തിൻ്റെ തന്നെ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ടിങ്കിളിന് ദേവദാസൻ തിയോഫിനച്ചനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും നമുക്ക് ശ്രവിക്കാം. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും ദേവദാസനോടുള്ള മാധ്യസ്ഥം യാചിച്ചുള്ള അപേക്ഷകളും നമുക്ക് കൂടുതൽ അനുഗ്രഹമാകുവാൻ ഈ സാക്ഷ്യങ്ങൾ നമ്മെ സഹായിക്കും. ചെറുപ്പം മുതൽ തന്നെ തിയോഫിനച്ചൻ്റെ ഇവിടെ വരും. എൻ്റെ പപ്പ തിയോഫിനച്ചൻ്റെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാനും ഓട്ടോമാറ്റിക്കലി അച്ഛനായിട്ട് കൂടുതൽ അടുപ്പത്തിലാണ് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങൾ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഒരെണ്ണെന്ന് പറയാൻ ഒരുപാട് അനുഗ്രഹം, കയ്യിൽ നിറഞ്ഞു പോകുന്ന അത്ര അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അതിലേറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്ന് പറയാനൊന്നുമില്ല, എല്ലാം വലുത് തന്നെയാണ്. ഞങ്ങൾക്ക് കിട്ടിയ, എൻ്റെ മക്കൾക്ക് കിട്ടിയ ഓരോ ചാമ്പ്യൻഷിപ്പുകളെല്ലാം അപ്രതീക്ഷമാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ കുട്ടികൾക്ക് അത്രയും വലിയ കോച്ചിങ്ങുകളും അത്രയും വലിയ ഇതും കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല. എന്നാലും ഒരു പ്രത്യേക അനുഗ്രഹം ആ കളിയുടെ സമയത്തും ആ പ്രത്യേകം ഞങ്ങൾ നടക്കുന്ന അവസ്ഥയിലും ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അച്ഛാ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ആ സെക്കൻഡിൽ തന്നെ എല്ലാം നടക്കും. മോൾക്ക് ചെറിയതിൽ തന്നെ ആദ്യമായിട്ട് കിട്ടിയ ചാമ്പ്യൻഷിപ്പ് തന്നെ അച്ഛനോട് പ്രാർത്ഥിച്ച് തന്നെ എല്ലാം പോയേക്കുന്നത്. മിക്കവാറും ചാമ്പ്യൻഷിപ്പുകളെല്ലാം ഏപ്രിലാണ്. 2014 കളികളെല്ലാം ജയിച്ച് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. അന്ന് കുട്ടിക്ക് ഒരു 6 വയസ്സായിട്ടുള്ളൂ. ആ 6 വയസ്സ് മുതൽ ഇപ്പോൾ 16 വയസ്സ് വരെ കൊച്ചിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും, കൊച്ചിന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ ഭർത്താവിനും ഞങ്ങൾക്ക് കിട്ടിയ വർഷാപ്പുകൾ ഉൾപ്പെടെ എല്ലാം അച്ഛൻ്റെ മാത്രം അനുഗ്രഹമാണ്. എന്ത് ചെറിയൊരു മുട്ടുസൂചി മുതൽ ഏറ്റവും വലിയ കാര്യം മുതൽ അതെ അച്ഛൻ്റെ ഒരു പ്രത്യേക അയ്യൊപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇടയിലുണ്ട്. തിയോഫിനച്ചൻ ഒത്തിരി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും മാധ്യസ്ഥവും ഒക്കെ തിയോഫിനച്ചന് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ടിങ്കിളിന് തിയോഫിനച്ചനുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊരു സ്ഥലത്ത് വരുന്നത് എൻ്റെ മമ്മി ചെറുപ്പം മുതലേ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച മുതലേ ഞാൻ ഇവിടെ ഉണ്ട് എല്ലാ ദിവസവും. മീൻസ് ഞാൻ വരുന്ന സമയത്തൊക്കെ മമ്മി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനും അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടും എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ച് എനിക്കൊരു സിബ്ലിങ്ങിനെ വേണം. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് അച്ഛ ദേവദാസൻ തിയോഫിനച്ച എനിക്കൊരു സിബ്ലിങ്ങിനെ വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ മാസത്തിൽ തന്നെ അവൻ എൻ്റെ അനിയനെ കിട്ടി. അവൻ ജനിച്ചത് ഏപ്രിൽ മാസമായിരുന്നു. അങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യത്തെ ഗിഫ്റ്റ്. പിന്നെ ഞാൻ ചെസ്സിലൊക്കെ പോകുമ്പോഴും പോണേ തലേ ദിവസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷ എഴുതുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കളി കഴിഞ്ഞ് ജയിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രൈസ് മേടിക്കാൻ നിർത്തും, ഞാനിവിടെ വന്ന് കൃതജ്ഞത അർപ്പിക്കുകയും ആ വരുന്ന ടൂർണമെൻറ്റിൻ്റെ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത്. വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ നന്ദി പറഞ്ഞിട്ടായിരിക്കും പോകാറുണ്ടായിരുന്നത്. അച്ഛൻ കുറേ അനുഗ്രഹങ്ങളും ചെസ് പരമായും സ്കൂൾ പരമായ എല്ലാ കാര്യത്തിലും അച്ഛൻ കുറേ അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് മമ്മി കൃതജ്ഞത എഴുതി തീരുവാണെങ്കിൽ ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടാകാറുണ്ട്. മമ്മി പറയാറുണ്ട് അപേക്ഷയുടെ താഴെ തന്നെ അമ്മയ്ക്ക് കൃതജ്ഞത എഴുതാൻ പറ്റാറുണ്ടെന്ന് പറയാറുണ്ട്. ഇല്ല, ഞാനിവിടെ ദേവദാസൻ തിയോഫിനച്ചൻ്റെ തിയോഫിൻ സ്മൃതിപഥത്തിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ കുറേ വർഷങ്ങളായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും
ഈ ഉപകാര സ്മരണയിൽ നിങ്ങളുടെ പേരുകളും തിയോഫിനച്ചൻ വഴി ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ വായിക്കാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. ഇനിയും ഒത്തിരി കാര്യങ്ങൾ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളുണ്ട്. നമുക്കത് തുടർന്ന് നമുക്കത് ഷെയർ ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും തിയോഫിൻ സ്മൃതിപഥത്തിൽ നിന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥന ആശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും ഈ കുടുംബത്തോടൊപ്പം തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ച് അറിയുവാനായിട്ട് കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.